ഇക്കൊല്ലത്തെ ഗുരുവായൂർ ഏകാദശി വന്നത് ഡിസംബർ 1 തിങ്കളാഴ്ച ആയിരുന്നല്ലോ അല്ലേ. പക്ഷെ ഇത് ഏകാദശി ദിവസത്തെ വീഡിയോസ് അല്ല കേട്ടോ, ഇത് തലേ ദിവസത്തെ, അതായത് ഞായറാഴ്ചത്തെ കുറച്ച് വീഡിയോസാട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകാദശീൻ്റെ തലേ ദിവസം ഇവിടെ ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ കാർണിവലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇക്കൊല്ലത്തെ കാർണിവലിൽ മരണക്കിണറും യന്ത്രഊഞ്ഞാലും പിന്നെ തോണിയും അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മരണക്കിണറൊക്കെ കാണാൻ പോയി. അതിൽ ബൈക്കും കാറുകളൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ, നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു അതിലുണ്ടായിരുന്നത്. കിടന്നിട്ടും ഇരുന്നിട്ടും ഒക്കെ ബൈക്ക് ഓടിക്കുന്നത്. അവരെയൊക്കെ പേടി നമുക്ക് കാണുന്നവർക്കായിരുന്നു, നെഞ്ഞിടിക്കുകയായിരുന്നു ആ സമയത്ത് ഇത് കാണുമ്പോൾ. അപകടകരമായിട്ടുള്ള രീതികളിലൊക്കെ ആയിരുന്നു കേട്ടോ അവരെ ജീവൻ പണയം വെച്ചിട്ടൊക്കെ ആയിരുന്നു അവരത് വണ്ടിയൊക്കെ ഓടിച്ചിട്ടുണ്ടായിരുന്നത്. കാണുന്നവർക്കും ഓടിക്കുന്നവർക്കൊക്കെ ഒരു പേടി തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. കുറേ നേരം ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത റൈഡിലേക്ക് പോയത്. ഈ റൈഡിനെ തോണിന്ന് തന്നെയല്ലേ പറയുക, എനിക്ക് പേരറിയില്ല കേട്ടോ. ഞാൻ ഇതിനെ തോണിന്നാണേ പറയുക. പിന്നെ തോണിയിൽ കയറിയതിന് ശേഷം ഇറങ്ങി വന്നപ്പോഴേക്ക് ഉള്ള ബോധമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ യന്ത്രഊഞ്ഞാലിൽ കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേ തോണിയിൽ കയറിയ പേടി മാറാത്ത കാരണം ഞാൻ പിന്നെ അതിൽ പോയില്ല കേട്ടോ. യന്ത്രഊഞ്ഞാലിൻ്റെ ഭംഗി ഗംഭീരമായിരുന്നു, കാണാനൊക്കെ രസമുണ്ടായിരുന്നു. പിന്നെയും ചെറിയ കുട്ടികളെ കുറേ റൈഡുകളൊക്കെ അതിലുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ കൂടാതെ അവിടെ ബജ്ജികളും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മുളക് ബജ്ജി, കായ ബജ്ജി ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗുരുവായൂർ അമ്പലം നടക്കിലേക്കാണ് പിന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അവിടെയും നല്ല അടിപൊളി മാലകളും ബലൂണുകളും ഒക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റൈഡിലൊക്കെ കയറിയതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഇളനീരൊക്കെ കഴിച്ചു. പിന്നെ കുറച്ചങ്ങനെ നടന്ന് അമ്പലനടയിലെത്തി. അതിഗംഭീരമായിട്ട് എല്ലാ ഭാഗവും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഗുരുവായൂർ അമ്പലത്തിലെ ചെമ്പൈ സംഗീതോത്സവം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളതൊക്കെ കുറച്ച് നേരം കേട്ട് കഴിഞ്ഞ് നടന്നു വരുമ്പോൾ അമ്പലത്തിൻ്റെ ചുറ്റുമതിലുകളിലെല്ലാം കൃഷ്ണകഥകൾ ചുമർ ചിത്രങ്ങളായിട്ട് അവതരിപ്പിച്ചത് കണ്ടു. കൃഷ്ണാവതാരവും കാളിയമർദ്ദനവും രാധാമാധവവും എല്ലാം ആ ചിത്രങ്ങളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞ് അമ്പലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ തൊട്ടടുത്തുള്ളൊരു സ്കൂളിൽ ഫോട്ടോ പ്രദർശനം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫോട്ടോസായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. ഓരോ ഫോട്ടോസിനും നമ്പർ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് ഏതാ വെച്ചാൽ നമുക്ക് നമ്പർ സെലക്ട് ചെയ്തിട്ട് ഒരു ബോക്സിൽ ഇടാനുള്ളൊരു അവസരം കൂടി അവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ അവിടുന്ന് ആ സ്കൂളിൽ നിന്ന് നമ്മൾ ഇറങ്ങി. അങ്ങനെ ഇക്കൊല്ലത്തെ ഏകാദശി വ്രതവും നല്ല രീതിയിൽ എടുക്കാൻ പറ്റി. അങ്ങനെ എല്ലാവർക്കും നല്ല രീതിയിൽ ഏകാദശി വ്രതം എടുക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇത്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.